ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഇൻസൈറ്റ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 2019 നടത്തിയ ഒരു LD ക്ലർക്ക് എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന പ്രിലിമിനറി മെയിൻസ് എക്സാമിന് വളരെയധികം പ്രയോജനപ്പെടുന്നവയായിരിക്കും. ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, GK സെക്ഷനിലെ ആദ്യം ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ സാദ്യ ധോള പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: ലോഹിത്, ബ്രഹ്മപുത്ര, ഗംഗ, ലൂണി. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്. ലോഹിത് നദിക്ക് കുറുകെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ സാദ്യ ധോള പാലം നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ്: മുംബൈ, ബാംഗ്ലൂർ, സൂററ്റ്, കൊൽക്കത്ത. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. സൂററ്റ് ആണ് ഇന്ത്യയുടെ വജ്രനഗരം എന്ന് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, GST നികുതി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? GST നികുതി വ്യവസ്ഥ ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഓപ്ഷൻസ്: അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ബ്രിട്ടൻ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. ഫ്രാൻസ് ആണ് GST നികുതി വ്യവസ്ഥ ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് GSTയുടെ പൂർണ്ണ രൂപം. അടുത്ത ചോദ്യം, ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻസ്: കാവേരി, കൃഷ്ണ, ഗോദാവരി, തുംഗഭദ്ര. ശരിയുത്തരം ഓപ്ഷൻ എ, കാവേരിയാണ് ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അഹോം രാജവംശം ഏത് സംസ്ഥാനത്താണ് ഭരിച്ചിരുന്നത്? ഓപ്ഷൻസ്: ആസാം, മധ്യപ്രദേശ്, ഒറീസ, മഹാരാഷ്ട്ര. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്. ആസാമിലെ ഒരു രാജവംശമായിരുന്നു അഹോം. അടുത്ത ചോദ്യം, മഞ്ഞുതീനി എന്ന് അർത്ഥമുള്ള പ്രാദേശിക വാദം ഏതാണ്? ഓപ്ഷൻസ്: ഫൊന്ന്, ലൂ, ചീനൂക്ക്, കാൽ ബൈശാഖി. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. ചിനൂക്കാണ് മഞ്ഞുതീനി എന്ന് അർത്ഥമുള്ള പ്രാദേശിക വാദം. അടുത്ത 17ാമത്തെ ചോദ്യമാണ്, 2018 പത്മശ്രീ ലഭിച്ച ഗാന്ധി അമ്മുമ്മ എന്ന് വിളിക്കുന്ന നാഗാലാൻഡിൽ ഗാന്ധിസം പ്രചരിപ്പിച്ചിരുന്ന വനിതയാര്? ഓപ്ഷൻസ്: ലെൻഡി അവോദാക്കർ, ലതിക ശരൺ, സെയ്ദ് അൻവാര, പ്രീത് ഗൗർഗിൽ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്. ലെൻഡി അവോദാക്കർ ആയിരുന്നു 2018 പത്മശ്രീ ലഭിച്ച ഗാന്ധി അമ്മുമ്മ എന്ന് വിളിക്കുന്ന നാഗാലാൻഡിൽ ഗാന്ധിസം പ്രചരിപ്പിച്ച വനിത. 18ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായിട്ട് സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ്: എറണാകുളം, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. ആലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത്. അടുത്തത് 19ാമത്തെ ചോദ്യം, ഹൈക്കോടതി ജഡ്ജി രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷൻസ്: പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഗവർണർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്. പ്രസിഡന്റിനാണ് ഹൈക്കോടതി ജഡ്ജി രാജി സമർപ്പിക്കേണ്ടത്. 20ാമത്തെ ചോദ്യം, ഭൂമി കയ്യേറ്റം തടയാനുള്ള ഭൂസംരക്ഷണ സേനയ്ക്ക് രൂപം നൽകിയ ആദ്യ ജില്ല ഏതാണ്? ഓപ്ഷൻസ്: തിരുവനന്തപുരം, വയനാട്, പാലക്കാട്, ഇടുക്കി. ശരിയുത്തരം ഓപ്ഷൻ ഡി. ഇടുക്കിയിലാണ് ഭൂമി കയ്യേറ്റം തടയാനുള്ള ഭൂസംരക്ഷണ സേനയ്ക്ക് ആദ്യമായിട്ട് രൂപം നൽകിയ ജില്ല. അടുത്ത ചോദ്യം, ഉരുക്കി വേർതിരിക്കൽ വഴി ലോഹ ശുദ്ധീകരണം നടത്താൻ കഴിയുന്ന ലോഹം ഏത്? ഓപ്ഷൻസ്: കോപ്പർ, അയൺ, ലെഡ്, സിങ്ക്. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. ലെഡ് ആണ് ഉരുക്കി വേർതിരിക്കൽ വഴി ലോഹ ശുദ്ധീകരണം നടത്താൻ കഴിയുന്ന ലോഹം. 42ാമത്തെ ചോദ്യം, കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്,
ഡ്രൈ ഐസ്, കാർബോജൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രൊഡ്യൂസർ ഗ്യാസിനെയാണ് കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന് നിർമ്മിക്കുന്നത്. CO+N ആണ് പ്രൊഡ്യൂസർ ഗ്യാസ്. 43-ാമത്തെ ചോദ്യം. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഓപ്ഷൻസ് LPG, കൽക്കരി, ബയോഗ്യാസ്, ഹൈഡ്രജൻ. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഹൈഡ്രജൻ ആണ് ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം. അടുത്ത ചോദ്യം. കൊബാൾട്ട് ഓക്സൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം എന്താണ്? ഓപ്ഷൻസ് നീല, മഞ്ഞ, പച്ച, ചുവപ്പ്. ശരി ഉത്തരം ഓപ്ഷൻ എ, നീലയാണ് കൊബാൾട്ട് ഓക്സൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം. 45-ാമത്തെ ചോദ്യം. അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് ശബ്ദതരംഗം, കാന്തിക തരംഗം, സീസ്മിക് തരംഗം, ജലതരംഗം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം ജലതരംഗമാണ്. 46-ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന സസ്യരോഗങ്ങളിൽ നിന്നും ഫംഗസ് വഴിയുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. ഓപ്ഷൻസ് വാട്ടം, മഹാളി, കുറുനാമ്പ്, ബ്ലൈറ്റ് രോഗം. ശരി ഉത്തരം ഓപ്ഷൻ ബി, മഹാളി എന്ന രോഗമാണ് സസ്യങ്ങളിൽ ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗം. 47-ാമത്തെ ചോദ്യം. മണ്ണിരയിലെ വിസർജന അവയവങ്ങളാണ് ഓപ്ഷൻസ് സങ്കോചഹേനം, വൃക്കകൾ, നെഫ്രീഡിയ, മാൽപീജിയൻ നാളിക. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. നെഫ്രീഡിയ ആണ് മണ്ണിരയിലെ വിസർജന അവയവം. 48-ാമത്തെ ചോദ്യം. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന അന്തഃസ്രാവി ഗ്രന്ഥി ഏത്? ഓപ്ഷൻസ് തൈറോയ്ഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, ആഗ്നേയ ഗ്രന്ഥി, പൈനിയൽ ഗ്രന്ഥി. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പൈനിയൽ ഗ്രന്ഥി അഥവാ പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം എന്ന് അറിയപ്പെടുന്നത്. 49-ാമത്തെ ചോദ്യം. കാർഷിക മേഖലയിൽ കൂടുതൽ ആദായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം വളർത്തുന്ന രീതിയെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് എപ്പികൾച്ചർ, ക്യൂണിക്കൾച്ചർ, പിസികൾച്ചർ, സെറികൾച്ചർ. ശരി ഉത്തരം ഓപ്ഷൻ സി, പിസികൾച്ചർ എന്നാണ് കാർഷിക മേഖലയിൽ കൂടുതൽ ആദായം ലഭിക്കുന്നതിനായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്. അടുത്തത് 50-ാമത്തെ ചോദ്യം. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ് തിയോഡാർ ഷ്വാൻ, റോബർട്ട് ബ്രൗൺ, റുഡോൾഫ് വിർഷോ, MJ ഷ്ലീഡൻ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. തിയോഡാർ ഷ്വാൻ ആണ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. 51-ാമത്തെ ചോദ്യം. ഇന്ത്യൻ അസോസിയേഷൻ എവിടെ വെച്ചാണ് രൂപീകരിച്ചത്? ഓപ്ഷൻസ് നോക്കാം. കൊൽക്കത്ത, മുംബൈ, ഡൽഹി, അഹമ്മദാബാദ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. കൊൽക്കത്തയിലാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത്. 52-ാമത്തെ ചോദ്യം. ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ഓപ്ഷൻസ് വെല്ലസ്ലി പ്രഭു, ലിട്ടൺ പ്രഭു, കാനിങ് പ്രഭു, കഴ്സൺ പ്രഭു. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലിട്ടൺ പ്രഭുവാണ് ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി. 53-ാമത്തെ ചോദ്യം നോക്കാം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻസ് 1885, 1881, 1875, 1876. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 1875-ലാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കപ്പെട്ടത്. ആത്മറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വ്യക്തി. അടുത്തത് 54-ാമത്തെ ചോദ്യം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻസ് ജാലിയൻ വാലാബാഗ്, ബംഗാൾ വിഭജനം, ചൗരി ചൗര സംഭവം, വാഗൻ ട്രാജഡി. ശരി ഉത്തരം ഓപ്ഷൻ ബി, ബംഗാൾ വിഭജനത്തോട് അനുബന്ധിച്ചിട്ടാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. 55-ാമത്തെ ചോദ്യം. അനുശീലൻ സമിതി രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. അരവിന്ദ ഘോഷ്, PC റോയി, അശ്വിനി കുമാർ ദത്ത്, ബരീന്ദ്ര കുമാർ ഘോഷ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബരീന്ദ്ര കുമാർ ഘോഷാണ്
അനുശീലൻ സമിതി രൂപീകരിച്ചത്? 56-ാമത്തെ ചോദ്യം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻസ്: അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, KP കറുപ്പൻ. നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. 57-ാമത്തെ ചോദ്യം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ്: K അയ്യപ്പൻ, VT ഭട്ടതിരിപ്പാട്, വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠ സ്വാമി. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അടുത്തത് 58-ാമത്തെ ചോദ്യമാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളിയെ നാമനിർദ്ദേശം ചെയ്ത വർഷം ഏതാണ്? ഓപ്ഷൻസ്: 1915, 1912, 1910, 1925. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1912-ലാണ് ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളിയെ നാമനിർദ്ദേശം ചെയ്തത്. 59-ാമത്തെ ചോദ്യം. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ്: ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വൈകുണ്ഠ സ്വാമികളാണ് മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ്. അടുത്തത് 60-ാമത്തെ ചോദ്യം. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, കുകാരഗുരു, വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമി. ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമിയാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്. അടുത്തത് മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. 61-ാമത്തെ ചോദ്യം. മധ്യമ പുരുഷ സർവനാമത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഓപ്ഷൻസ്: അവൻ, ഞാൻ, താങ്കൾ, ഞങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. താങ്കളാണ് മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. 62-ാമത്തെ ചോദ്യം. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയത് ആരാണ്? ഓപ്ഷൻസ്: തകഴി, കേശവദേവ്, കാരൂർ നീലകണ്ഠപിള്ള, SK പൊറ്റക്കാട്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. കാരൂർ നീലകണ്ഠപിള്ളയാണ് ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയത്. 63-ാമത്തെ ചോദ്യം. വർത്തമാന പുസ്തകം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ്: കഥ, നോവൽ, ഖണ്ഡകാവ്യം, യാത്രാ വിവരണം. ശരി ഉത്തരം ഓപ്ഷൻ ഡി യാത്രാ വിവരണമാണ് വർത്തമാന പുസ്തകം. 64-ാമത്തെ ചോദ്യം. ആദേശസന്ധിക്ക് ഒരു ഉദാഹരണം എഴുതുക. ഓപ്ഷൻസ്: അക്കരപ്പച്ച, വിണ്ടലം, ആനയത്, അതല്ല. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. വിണ്ടലമാണ് ആദേശസന്ധിക്ക് ഉദാഹരണം. 65. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻസ്: എ ബാലകൃഷ്ണപിള്ള, CV ബാലകൃഷ്ണൻ, കുട്ടിക്കൃഷ്ണമാരാർ, PC കുട്ടിക്കൃഷ്ണൻ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. PC കുട്ടിക്കൃഷ്ണൻ. അദ്ദേഹമാണ് ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. 66. വസ്തുതകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്ന ശൈലി എന്താണ്? ഓപ്ഷൻസ്: പുലിവാൽ പിടിക്കുക, കഥയറിയാതെ ആട്ടം കാണുക, കേളി കൊട്ടുക, ശിങ്കിടി പാടുക. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. കഥയറിയാതെ ആട്ടം കാണുക എന്നതാണ് വസ്തുതകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്ന ശൈലി. അടുത്തത് 67-ാമത് ചോദ്യം. നജീബ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന നോവൽ. ഓപ്ഷൻസ്: ആടുജീവിതം, ബാല്യകാല സഖി, പ്രേമലേഖനം, പാത്തുമ്മയുടെ ആട്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ആടുജീവിതമാണ് നജീബ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന നോവൽ. 68. അർത്ഥം പറയുക. കളത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്: പുത്രൻ, പിതാവ്, പത്നി, ഭർത്താവ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. പത്നി എന്നാണ് കളത്രം എന്ന വാക്കിൻ്റെ അർത്ഥം. 69. പാകാരവും ബാകാരവും തമ്മിലുള്ള വ്യത്യാസം എന്ത്?
ഓപ്ഷൻസ് നോക്കാം. പ മൃദുവും ബ ഖരവുമാണ്. പ ഖരവും ബ മൃദുവുമാണ്. ഓപ്ഷൻ സി പ ഖരവും ബ അനുനാസികവുമാണ്. ഓപ്ഷൻ ഡി പ അനുനാസികയും ബ ഖരവുമാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ എന്ന അക്ഷരം ഖരവും ബ മൃദുവുമാണ്. 70ാമത്തെ ചോദ്യം. ശക്തിയുടെ കവി എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ചെറുശ്ശേരി വള്ളത്തോൾ. ഇതിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരെയാണ് ശക്തിയുടെ കവി എന്ന് വിളിക്കുന്നത്. 71ാമത്തെ ക്വസ്റ്റ്യൻ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ഓപ്ഷൻസ് കേശവദേവ്, എസ് കെ പൊറ്റക്കാട്, ജി ശങ്കരക്കുറുപ്പ്, എം ടി വാസുദേവൻ നായർ. ജി ശങ്കരക്കുറുപ്പിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി. അദ്ദേഹത്തിന് 1965 ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 72ാമത്തെ ചോദ്യം. കൈകാലുകൾ ഏത് സമാസമാണ്? ഓപ്ഷൻസ് ബഹുവ്രീഹി, തൽപുരുഷൻ, അവ്യയീഭാവൻ, ദ്വന്ദ്വൻ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ദ്വന്ദ്വനാണ് കൈകാലുകൾ എന്ന വാക്കിൻ്റെ സമാസമായിട്ട് വരുന്നത്. അതായത് രണ്ട് വാക്കുകൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ളവയാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ഇവിടെ കൈക്കും കാലിനും ഒരേ പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണ് ദ്വന്ദ്വ സമാസമായിട്ട് വരുന്നത്. 73. ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഓപ്ഷൻസ് ഉജ്ജയിനി, അക്ഷരം, അഗ്നിശലഭങ്ങൾ, ഉപ്പ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉപ്പ് എന്ന കൃതിക്കാണ് ONV കുറുപ്പിന് വയലാർ അവാർഡ് ലഭിച്ചത്. 74. ശ്ലാഘ എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻസ് പ്രശംസ, നിന്ദ, അഭിമാനം, അഹങ്കാരം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശ്ലാഘ എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റാണ് നിന്ദ. 75. ഗതി ചേർന്ന വിഭക്തിക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻസ് മിശ്ര വിഭക്തി, വിഭക്ത്യാഭ്യാസം, സമാസ വിഭക്തി, കില വിഭക്തി. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. മിശ്ര വിഭക്തിയാണ് ഗതി ചേർന്ന വിഭക്തിക്ക് പറയുന്ന പേര്. 76ാമത്തെ ചോദ്യം. ശരിയായ പദരൂപം ഏത്? ഇതിൽ അസ്തിത്വം എന്ന വാക്കിൻ്റെ വിവിധ രൂപങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ട് എഴുതേണ്ടത് ഓപ്ഷൻ എ പ്രകാരമാണ്. 77ാമത്തെ ചോദ്യം. തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻസ് നോക്കാം. സഫലമി യാത്ര, എസ് കെ പൊറ്റക്കാട്, രമണൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, കൊഴിഞ്ഞ ഇലകൾ, ജോസഫ് മുണ്ടശ്ശേരി, ഉമാകേരളം, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഇതിൽ തെറ്റായിട്ട് വരുന്ന ജോഡി ഓപ്ഷൻ എ ആണ്. സഫലമി യാത്ര, എസ് കെ പൊറ്റക്കാട് എന്ന ജോഡിയാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. 78ാമത്തെ ചോദ്യം. രണ്ടാം വിവാഹ വാർഷികം എന്നതിലെ രണ്ടാം എന്നത് ഏത് തദ്ധിതത്തിലാണ് വരുന്നത്? ഓപ്ഷൻസ് നാമനിർമ്മായി തദ്ധിതം, തദ്വതദ്ധിതം, പൂരണി തദ്ധിതം, തന്മാത്ര തദ്ധിതം. ശരി ഉത്തരം ഓപ്ഷൻ സി പൂരണി തദ്ധിതമാണ് രണ്ടാം വിവാഹ വാർഷികം എന്നതിൽ രണ്ടാം എന്ന വാക്ക് വരുന്നത്. അടുത്തത് 79ാമത്തെ ചോദ്യം. വിഗ്രഹിക്കുക ഹിമാലയ പർവ്വതം. ഹിമാലയ പർവ്വതം എന്ന വാക്ക് വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഹിമാലയമാകുന്ന പർവ്വതം, ഹിമാലയം എന്ന പർവ്വതം, ഹിമാലയത്തിലെ പർവ്വതം, ഹിമാലയത്തിൻ്റെ പർവ്വതം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഹിമാലയം എന്ന പർവ്വതം എന്നാണ് ഹിമാലയ പർവ്വതം എന്ന വാക്ക് വിഗ്രഹിച്ച് എഴുതേണ്ടത്. അടുത്തത് അവസാനത്തെ ചോദ്യമാണ്. കവിയുടെ കാൽപ്പാടുകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻസ് ജി ശങ്കരക്കുറുപ്പ്, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ONV കുറുപ്പ്, പി കുഞ്ഞിരാമൻ നായർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ GK, മലയാളം എന്നീ സെക്ഷനുകൾ പരിചയപ്പെട്ടു. ഇനി ബാക്കിയുള്ള മാത്സ്, ഇംഗ്ലീഷ് എന്നീ സെഷനുകൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.